കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും കർത്താവിന്റെ പാദപീഠത്തിൽ അടുത്ത് വരുവാൻ കൃപ നൽകിയതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഞാൻ എന്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നമ്മള് തുടർമാനമായിട്ട് കൊലോസ്യ ലേഖനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ 3-ാം അധ്യായം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. 3-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ പഠിച്ചു. ആമേൻ. ഇന്ന് പകൽക്കാലം 2-ാം വാക്യവും 3-ാം വാക്യവും ദൈവഹിതമെങ്കിൽ കർത്താവ് ശരണപ്പെട്ട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആ വേദഭാഗം വായിക്കാം. 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമുക്ക് വായിക്കാം. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: ഭൂമിയിലുള്ളവയല്ല, ഉയരത്തിലുള്ളവ തന്നെ ചിന്തിക്കുവീൻ. എന്തെന്നാൽ നിങ്ങൾ മരിച്ചിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. പലപ്പോഴും ഭൗമികമായതെല്ലാം നമ്മെ ഇവിടെ ഇട്ടലട്ടുമ്പോൾ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഭൗമികമായതെല്ലാം നശിച്ചു പോകുന്നതാണ്. 2-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ പഠിച്ചതാണ്: മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായിട്ടുള്ളതാകിയാൽ ഉപയോഗത്താൽ നശിച്ചു പോകുന്നവയാണ് ഈ ലോകത്തിലുള്ളത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലത്തിങ്കിൽ എല്ലാം നശിച്ചു പോകുന്ന ലോകത്താണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലൗകിക അഭിലാഷങ്ങളും സ്വർഗീയ അഭിലാഷങ്ങളും പരസ്പര വിരുദ്ധ പൂരകങ്ങളായിരിക്കാൽ ഉന്നതങ്ങളിലെ കാര്യങ്ങളിലാണ് ഒരു വിശ്വാസി കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യൻ ഭൂമിയിലുള്ളത് മാത്രമല്ല ചിന്തിക്കുന്നത്, അല്ലേ? പലപ്പോഴും അവൻ ചിന്തിക്കുന്നത് ഈ ലോകത്തിന്റെ കാര്യവിചാരങ്ങളാണ്. എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുൻപോട്ടുള്ള കാര്യങ്ങൾ നടത്തും, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെ, നാളത്തെ കാര്യങ്ങൾ എങ്ങനെ, കടഭാരത്തിൽ നിന്ന് വിമുക്തി എങ്ങനെ, ഇത്യാദി കാര്യങ്ങൾ, എങ്ങനെ ബിസിനസ് മുന്നേറാം, എങ്ങനെ നമുക്ക് വീട് പണിയാം. ഏത് തലത്തിലൂടെയും മനുഷ്യന്റെ ബുദ്ധിയെ അപലപ്പെടുത്തിക്കൊണ്ട് പിശാച് മുഴുവലത്തോടെ പ്രവർത്തിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നാം ഇന്ന് പകൽക്കാലം സ്വർഗീയ പിതാവിന്റെ മുഖത്തേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തിയിട്ട് ഭൂമിയിലുള്ളവയല്ല, ഉയരത്തിലുള്ളവ തന്നെ ചിന്തിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ അവന്റെ ലക്ഷ്യം, ഹല്ലേലൂയ, ഒരു മനുഷ്യന്റെ ലക്ഷ്യം സ്വർഗത്തിലുള്ളതായിരിക്കണം. ഹല്ലേലൂയ. കാരണം നാം ഈ ഭൂമിക്കുള്ളവരല്ല, നമ്മൾ അന്യരും പരദേശികളുമാണ്. ദൈവമക്കളെ, നമ്മുടെ ചിന്ത ഹല്ലേലൂയ വ്യത്യാസപ്പെടണം. നമുക്ക് ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വേദഭാഗം ഒന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വേദഭാഗം. അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, പൊതുവായി ഈ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്ന ഒരു ലോക മനുഷ്യന്റെ ചിത്രമാണ് ഈ ഭാഗം നാം വായിച്ചപ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കുക എന്നുള്ളതല്ല ഒരു ഭക്തന്റെയോ ഒരു ഭക്തയുടെയോ കാര്യം. അവന്റെ അവസാന നാശമായിരിക്കും. സ്വർഗീയ കാര്യങ്ങളെ കുറിച്ച് നിത്യതയെ കുറിച്ച് ചിന്തിക്കാതെ ഈ ലോകത്തിനുള്ളത് മാത്രം ചിന്തിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, അവരുടെ നാശത്തിനായിട്ടുള്ളതാണ് അവർ ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നമ്മുടെ ചിന്തയുടെ മണ്ഡലങ്ങൾ വ്യത്യാസപ്പെടുത്തിയെടുക്കണം. നമ്മുടെ പ്രവൃത്തികൾ ചിന്തയിലൂടെയാണ് രൂപപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിനാൽ നാം എന്ത് ചെയ്യണം? നമ്മുടെ ചിന്തകളെ ദൈവഹിതപ്രകാരം സ്വർഗീയമായ കാര്യങ്ങളെ കുറിച്ച് ഉത്തരവാദിത്വമുള്ളവരായി, ഞാൻ ഇവിടെ പരദേശിയാണ്, എന്റെ രാജ്യം ഇവിടെ അല്ല എന്ന് മനസ്സിലാക്കി നാം ചിന്തകളെ മാറ്റി ദൈവഹിതപ്രകാരമുള്ള ചിന്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ഹല്ലേലൂയ അവരുടെ ജീവിതത്തെ സ്വർഗസ്ഥ പിതാവ് അത്ഭുതത്തിന്റെ വഴികളെ തുറന്നു മാനിക്കും. അവർ ഈ ലോകത്തിൽ ജീവിക്കുന്നവരെങ്കിലും ഈ ലോകത്തിലുള്ളവരെ പോലെ അല്ല, മറിച്ച് അവർ വിശുദ്ധരും നിഷ്കളങ്കരും ദൈവത്തിന് പ്രിയ മക്കളുമായി തീരുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്.
പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ചിന്ത സ്വർഗീയ കാര്യങ്ങൾക്കുള്ളതായിരിക്കണം. ഭൗമിക കാര്യങ്ങളിൽ നമ്മിലുള്ള ആത്മീയ പ്രകാശത്തെയും നമ്മിലുള്ള ചൈതന്യത്തെയും നശിപ്പിച്ചു കളയുകയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതം, ഹല്ലേലൂയ, എപ്പോഴും സ്വർഗീയമായതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കണം. ഒരു വിശ്വാസി എന്ന നിലയിൽ ഭൂമിയിൽ ജനിക്കപ്പെട്ടവരായി നാം ജീവിക്കുന്ന ഭൂമിയിലാണ്. നമ്മുടെ പാദങ്ങൾ, നമ്മുടെ നടപ്പ്, സകലതും ഈ ഭൂമിയിലാണ്. എന്നാൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഭൂമിക്ക് വേണ്ടിയായിരിക്കരുത്, സ്വർഗത്തിന് വേണ്ടിയായിരിക്കണം. നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ വരുന്ന ചിന്തകൾ ദൈവമക്കളെ സ്വർഗീയമായതിനെ കുറിച്ചുള്ളതായിരിക്കണം. സ്വർഗീയ കാര്യങ്ങളിൽ നാം ധ്യാന നിരതരായിരിക്കുന്നുവെങ്കിൽ നമുക്ക് ഭൂമിയിൽ തന്നെ ഒരു സ്വർഗം സൃഷ്ടിക്കുവാനിടയാകും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പല കാര്യങ്ങളിൽ ഇടപെട്ട് നടക്കുന്നവർക്ക്, ആമേൻ, ഞാൻ പറയട്ടെ, ദൈവാശ്രയ ബോധമില്ലാതെ സ്വർഗീയമായതിനെ കാംക്ഷിക്കുവാൻ കഴിയാതെ ജീവിച്ചാൽ, ഹല്ലേലൂയ, അവരുടെ ജീവിതം നരക തുല്യമായിരിക്കും. അതാ അപ്പോസ്തലൻ ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞത്, അവരുടെ അവസാനം നാശമായിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് നാശമല്ല, നിത്യരക്ഷയാണ് സ്വർഗീയ പിതാവ് വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്വർഗീയ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കുവാൻ നാം ഇന്ന് പകൽക്കാലം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം, ആമേൻ, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഭൂമിയിലുള്ളവയല്ല ഉയരത്തിലുള്ളവ തന്നെ ചിന്തിക്കുവിൻ. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഈ ജഡത്തിലാണ്, അല്ലെ? ഈ ജഡശരീരത്തിൽ, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ജഡത്തിന്റെ ചിന്ത എന്താണ്? അത് മരണത്തിൽ കൊണ്ടെത്തിക്കുന്നതാണ്. ജഡത്തിന്റെ ചിന്ത മരണമെന്നാണ് റോമാലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ജഡത്തിന്റെ ചിന്ത മരണവും ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും അത്രയെന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ജഡം ഈ ലോകത്തിൽ നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ജഡത്തിന്റെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുവാൻ നമ്മെ അതിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ശ്രദ്ധയെല്ലാം മാറിപ്പോവുകയും ഉയരത്തിലുള്ളതിൽ നിന്ന്, ആമേൻ, സ്വർഗീയമായതിൽ നിന്നുള്ളത് നമ്മെ അകറ്റിക്കളയുവാനിടയാകും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ, ആമേൻ, കൊലോസ്യ വിശ്വാസികളെ പഠിപ്പിക്കുക, ആമേൻ, നിങ്ങളുടെ ശ്രദ്ധ ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകാതിരിപ്പാൻ നിങ്ങൾ സ്വർഗീയമായതിനെ വാഞ്ചിച്ചു കൊള്ളണം. നിങ്ങളുടെ ശ്രദ്ധ, ഹല്ലേലൂയ, സ്വർഗീയമായതിനേക്കുള്ളതായിരിക്കണം. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം വെറുതെ വേസ്റ്റ് ആക്കരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്, സ്വർഗീയമായതിനെ ചിന്തിക്കുന്ന വ്യക്തി ആരാണ്? ആത്മാവിൽ ജീവിക്കുന്നവരാണ്. ആത്മാവ് പ്രാപിച്ചെടുക്കുന്നത്, ആമേൻ, നാം വീണ്ടും ജനനത്താൽ ക്രിസ്തുവിനെ പ്രാപിച്ചെടുത്തിരിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ക്രിസ്തുവിനുള്ള, ആമേൻ, പ്രിയപ്പെട്ട ക്രിസ്തുവിനുള്ളത് ചിന്തിക്കണം. നമ്മൾ ഇന്നലെ വായിച്ചു, ക്രിസ്തു എവിടെയാണ് ഇരിക്കുന്നത്? ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലാണ്. അപ്പോൾ നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു ക്രിസ്തുവിന്റെ, ആമേൻ, മക്കളായി, അവന്റെ മണവാട്ടികളായി, അവന്റെ സ്വരൂപമായി നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുക. അങ്ങനെയെങ്കിൽ നാം ചെന്നെത്തപ്പെടേണ്ട സ്ഥലം അതാണ്. അവിടെ ചെന്നെത്തണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? ക്രിസ്തുവിനുള്ളത് അന്വേഷിക്കണം, ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഈ ഭൂമിയിൽ നശിച്ചു പോകുന്ന ഭൗതിക വസ്തുക്കൾക്ക് പുറകെ, ആമേൻ, ഈ ഭൂമിയിൽ നശിച്ചു പോകുന്ന, ആമേൻ, സകല കാര്യങ്ങൾക്ക് പുറകെ, എന്റെ പ്രിയപ്പെട്ടവരെ, നാം ഒരിക്കലും നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്. അങ്ങനെയായാൽ നമ്മുടെ ജീവിതം നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യമായി മാറും. ഹല്ലേലൂയ. നമ്മുടെ ചിന്തയുടെ മണ്ഡലങ്ങളെ നാം വ്യത്യാസപ്പെടുത്തേണം. ഒരു വിശുദ്ധിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതമേ, നീ സ്വർഗീയമായതിനെ തന്നെ, ആമേൻ, കാംക്ഷിച്ചുകൊണ്ട് ആയിരിക്കണം. പലപ്പോഴും, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവത്തിൽ എത്തിച്ചേരുവാൻ ദുഷ്ടനായവൻ അനുവദിക്കുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിലൂടെ 4-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലൂടെ പറയുകയാണ്, നാം ഏതെല്ലാം കാര്യങ്ങൾ ചിന്തിക്കണം. ആമേൻ. ഒന്ന് വായിച്ചാട്ടെ. നാം ഏതെല്ലാം കാര്യങ്ങൾ ചിന്തിക്കണം? ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും
നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവിൻ. ചിന്തിക്കേണ്ടി കുറെ കാര്യങ്ങള്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് പറയാ, തന്റെ ഒരു പ്രബോധനമാണത് ഫിലിപ്പി വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്ന എങ്ങനെയാ? അവസാനമായി സഹോദരന്മാരെ, സത്യമായതൊക്കെ നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം എങ്ങനെ ആരെ അട്ടിമറിക്കാവുന്നല്ല, ക്രൂക്കഡായിട്ട് നമുക്ക് ഇച്ചിരി ധനസമ്പാദനം എങ്ങനെ നടത്താമെന്നുള്ളതല്ല, മറിച്ച് സത്യത്തിൽ എങ്ങനെ ജീവിക്കാം, സത്യമായതൊക്കെയും ആമേൻ കുലീനമായതൊക്കെയും. എന്ന് വെച്ചാൽ കുടുംബത്തിൽ പിറക്കാത്ത ഒരു കാര്യം ചെയ്യാൻ പോകരുത്. നമ്മൾ ആരുടെ കുടുംബത്തിൽ പിറന്നതാണ്? ഞാൻ എപ്പോഴും പറയും, നമ്മളെല്ലാം ഒരേ അഡ്രസ്സിൽ പെട്ടവരാ, കുരിശുമുട്ടി കുടുംബത്തിൽപ്പെട്ടവരാ. കർത്താവിന്റെ കുടുംബം ഹാലൽ താൻ ക്രൂശിൽ വന്നു നമുക്ക് വേണ്ടി താൻ അടികൊണ്ടു നമുക്ക് വേണ്ടി തന്റെ ജീവൻ വെടിഞ്ഞുവെങ്കിൽ നാം അവന്റെ മക്കളാണ്. നാം എല്ലാവരും ഒരപ്പന്റെ മക്കളും ഒരപ്പത്തിന്റെ അംശികളുമാ. അതുകൊണ്ട് കുടുംബ മഹിമ അവിടെ കാണിക്കണം. കുലീനമായതൊക്കെയും ഹാലലുയ നീതിയായതൊക്കെയും. അനീതി നിറഞ്ഞ ഒരു കാര്യത്തിനും പോകരുത്. അനീതിക്ക് കൂട്ടു നിൽക്കരുത്. കള്ളം പറഞ്ഞ ഒരാൾ ജയിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ അതിലും കള്ളം പറയാൻ പോകരുത്. ആമേൻ. നീതിക്ക് നീതി അനീതി കാണിക്കുന്നവർക്ക് ആമേൻ നീതി ഇല്ലാത്തവർ കൂട്ടു നിൽക്കാൻ പോകും. അതുകൊണ്ട് അവരോട് ചേർന്ന് നാം ഒന്നും ചെയ്യുവാൻ പോകേണ്ട എന്നാണ് അപ്പോസ്തലനോട് പറയുന്നത്. ആമേൻ. നമ്മൾ എന്ത് ചെയ്യണം? നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും. നിർമ്മലം എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു അശുദ്ധിയുമില്ലാതെ. ചോദിക്ക്, ഈ ലോകത്ത് ജീവിച്ചിരുന്ന അതൊക്കെ സാധ്യമാകുമോ? നമ്മുടെ കർത്താവ് അശുദ്ധി ഇല്ലാതെ ജീവിച്ചു. കർത്താവ് അതുകൊണ്ടാ പറഞ്ഞത്, ഞാൻ നിർമ്മലനായിരിക്കുന്നത് പോലെ നിങ്ങളും നിർമ്മലരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നിർമ്മലതയോടെ ജീവിക്കാൻ പറ്റും ദൈവമക്കളെ. പക്ഷെങ്കിൽ ഉയരത്തിലുള്ളത് ചിന്തിച്ചാലേ നടക്കത്തുള്ളൂ. ഭൂമിയിലുള്ളത് ചിന്തിച്ചുകൊണ്ട് നടന്നാൽ ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആമേൻ ഡ്രസ്സ് വേണം, വസ്തുവകകൾ വേണം, നമുക്ക് എന്ത് കാറ് വേണം, ആമേൻ ഒരു സാധാരണ കാർ കിട്ടിക്കഴിഞ്ഞാൽ അത് പോരാ, അതിലും കൂടിയത് വേണം. ഇങ്ങനെയൊക്കെ ചിന്തിച്ച് നടന്നാൽ അതിനു വേണ്ടി ചിന്തിക്കും, അതിനു വേണ്ടി പരിശ്രമിക്കും. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ദൈവപൈതലേ ഹാലലുയ നിർമ്മലതയുള്ള ഹൃദയം കിട്ടുകയില്ല. അതുകൊണ്ട് സ്വർഗീയമായതിനെ കാംക്ഷിച്ചുകൊണ്ട് സ്വർഗീയ ചിന്തകളാൽ ഹൃദയം ആമേൻ നാം ഏൽപ്പിച്ചു കൊടുത്താൽ നിർമ്മലമായതൊക്കെയും നമുക്ക് ചിന്തിക്കുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്, മനോഹരമായതൊക്കെയും. മനോഹരമായത് ഹല്ലേലൂയ. സ്വർഗം എത്ര മനോഹരമാ, അവർണ്ണനീയമാ അല്ലെ? ഹല്ലേലൂയ. ഈ ഭൂമിയിലെ ജീവിതം, ഭൂമിയിലൊക്കെ നമുക്ക് ജീവിച്ച് 90 വയസ്സുള്ള അമ്മച്ചിയോട് ചോദിച്ചാലും പറയും, ഓ മരിക്കണ്ട, നരകിച്ച് കിടക്കുകയായിരിക്കും, പേടിയാ. ഞാൻ പറയട്ടെ, നരകത്തിൽ പോകുന്നതിന്റെ പേടിയാ, അല്ല ഈ ലോകത്ത് ജീവിക്കാനുള്ള സുഖം കൊണ്ടാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം പറയട്ടെ, നമുക്ക് മനോഹരമായൊരു ദേശം കർത്താവ് വെച്ചിട്ടുണ്ട്. സ്വർഗീയ ദേശം എത്ര മനോഹരമാണ്. ഈ സ്വർഗത്തിലേക്ക് ഹല്ലേലൂയ പോകുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ദർശനം അതായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവനായകനും സഭാകാന്തനുമായ നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് പോകുവാൻ ആമേൻ ആശയാകുന്ന ചിറകുകൾ ഉയർത്തി പറന്ന് വിഹരിച്ചെത്തുവാൻ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു കൊള്ളണം. അരുമ മണവാളനെ ധ്യാനിച്ചു കൊള്ളണം. ഞാൻ എപ്പോഴും ഉദാഹരണം പറയുന്നുണ്ട്. ഒരു വിവാഹം കഴിയപ്പെട്ട എൻഗേജ് കഴിയപ്പെട്ട ഒരു ആമീൻ ഒരു പെൺപൈതലിന് ഒരാൺകുട്ടിക്കും എന്താ അവരുടെ വിവാഹ ദിനത്തെ കുറിച്ചാണ് ചിന്ത. ഹല്ലേലൂയ. അവർക്ക് മറ്റൊന്നും ചോദിക്കാനില്ല. അവർക്ക് വേറെ ലോകത്തിലെ ഒത്തിരി കാര്യങ്ങളൊന്നും അറിയണ്ട. ആ പെൺകുട്ടിയെ കുറിച്ച് ആമേൻ ആ പയ്യനും ആമേൻ ആ പയ്യനെ കുറിച്ച് ആൺകുട്ടിയും ചിന്തിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, അവർ തെറ്റിലേക്ക് പോയാൽ ആമേൻ അത് ഒരിക്കലും അത് സന്തോഷം ഉണ്ടാകത്തില്ല. ഇന്ന് പകൽക്കാലം സ്വർഗീയ പിതാവും അത് തന്നെ ആഗ്രഹിക്കുന്നത്. നമ്മൾ സ്വർഗത്തിൽ ചെല്ലേണ്ടിയവരാണ്. അവൻ ഇരിക്കുന്ന ഇടമായ ഹല്ലേലൂയ സ്വർഗത്തിൽ നമ്മൾ ചെല്ലേണ്ടതാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം, ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഉയരത്തിലുള്ളത് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ നാം ഈ ലോകത്തിന്റെ
പല കാര്യങ്ങളിലും ഹല്ലേലൂയ നാം ശ്രദ്ധാലുക്കളായി നമ്മുടെ ജീവിതം നശിപ്പിക്കുവാൻ ഇടയാകരുത്. ഈ ലോകത്തിൻ്റെതായ ധാടി മോടികളിൽപ്പെട്ട് ജീവിതം കുടുങ്ങുമ്പോൾ ഹല്ലേലൂയ നമുക്ക് നിർമ്മലതയോടെ ജീവിപ്പാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുകയാണ് മനോഹരമായ സ്വർഗീയ രാജ്യത്തെ കുറിച്ച്. ഹല്ലേലൂയ ഞാൻ എപ്പോഴും ഓർക്കും. ഞാൻ കുറെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ അകത്ത് ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, എന്റെ കർത്താവുമായിട്ടുള്ള ആമേൻ പളുങ്കു നദീ തീരത്ത് ഇരിക്കുന്ന അവസ്ഥയും ഹല്ലേലൂയ അത് വർണ്ണിക്കുന്ന ആ വെളിപ്പാടുകാരനാണ് അത് വർണ്ണിച്ചു വെച്ചിരിക്കുന്നത്. ആമേൻ. എങ്കിലും ഞാൻ എപ്പോഴും പാടും ഹല്ലേലൂയ എന്റെ കർത്താവ് സ്വർഗം ഹല്ലേലൂയ ഇത്രയും അനുഗ്രഹീതമായ നിലയിൽ നിർമ്മിക്കപ്പെട്ടു വെച്ചിരിക്കുമ്പോൾ എന്റെ കർത്താവിന്റെ കൃപയാൽ ഹല്ലേലൂയ അവൻ നമ്മെ കൊണ്ടുപോകാൻ നമ്മോട് കരുണ കാണിച്ചിരിക്കുമ്പോൾ ആ സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്ന ഹല്ലേലൂയ നമ്മുടെ കർത്താവ് മാറത്ത് പൊൻകച്ച കെട്ടിയവനും വെണ്ണിലയങ്കി ധരിച്ചവനും വെള്ളോട്ടി സമമായ പാദങ്ങൾ ഉള്ളവനും 7 നക്ഷത്രങ്ങളെ പൊൻകരത്തിൽ പിടിച്ചവനും 7 പൊന്നിലെ വിളക്കയുടെ നടുവിലൂടെ ഉലാവുന്നവനുമാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിന്റെ അടുക്കൽ കടന്നു ചെല്ലുവാൻ ഇങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ലഭിക്കുവാൻ എന്ത് യോഗ്യത! കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചില്ലായിരുന്നെങ്കിൽ ഇതിനൊന്നും നമുക്ക് അർഹതയില്ലായിരുന്നു. എന്നാൽ എന്റെ കർത്താവിന്റെ സ്നേഹം എന്നെ നിങ്ങളെ തേടി വന്നത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം അവൻ നമ്മെ കൈവിടുവാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിൽ കൂടി പിന്നെയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളുടെ ഹല്ലേലൂയ ഹൃദയത്തിൽ ആലോചനകളെല്ലാം ഹല്ലേലൂയ സ്വർഗം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെ, നമ്മുടെ ഹൃദയത്തിൻ്റെതായ ഓരോ കാര്യങ്ങളെ നന്നായി അറിയുന്ന ദൈവം ഇന്ന് പകൽക്കാലം പറയുകയാണ്, നിങ്ങൾ മനോഹരമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊള്ളണം. മാത്രമല്ല വിശിഷ്ടവും അഭിനന്ദനാർഹവുമായതൊക്കെയും ചിന്തിച്ചു കൊള്ളണം. അരുതാത്തതൊന്നും ആരെങ്കിലും നമ്മുടെ ചിന്തയെ സ്കാൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അയ്യോ ഇത്ര വൃത്തികെട്ട ചിന്തയാണോ ഇവര് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറയുവാൻ ഇടയാകാതെ അഭിനന്ദനാർഹമാവുന്ന നിലയിൽ ഒരാൾ അഭിനന്ദിക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം. ഇവരുടെ ചിന്തകൾ എത്ര മനോഹരമാ എന്ന് വെച്ചാൽ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്തയല്ലേ, ആ ചിന്ത നമ്മെ ഭരിക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതം പലപ്പോഴും സ്വർഗീയമായതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കണം. പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിടെ അതുകൊണ്ടാണ് പറഞ്ഞത് ഹല്ലേലൂയ നമ്മൾ ഈ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ ഹൃദയത്തിന്റെ ആലോചനകളായി വെളിപ്പെട്ട് വരികയാണ്. ഓരോ ദിവസവും കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അളവിൽ നമുക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയാകണം. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം കൂടി നമുക്ക് ഇതിനോടൊന്ന് ചേർത്ത് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വേദഭാഗം. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ചയുണ്ടാകും. ഹൃദയത്തിന്റെ ആലോചനകളെ, മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. ഈ വചനമൊക്കെ കേൾക്കുമ്പോ പേടി തോന്നുന്നുണ്ടോ? സ്തോത്രം. നമ്മൾ ഭയത്തോടെ പ്രവാസകാലം കഴിച്ചു കൂട്ടണം. ഇപ്പൊ ചിന്തിക്കുന്ന എന്താണെന്നൊന്നും അറിയത്തില്ല. നമ്മൾ പെരക്കകത്തിരുന്ന് പറയുന്നതെല്ലാം പുരമുകളിൽ ഘോഷിക്കുന്ന ദിവസമുണ്ട്. ഇതെല്ലാം വെളിപ്പെട്ട് വരുന്ന ദിവസമുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് ഇന്ന് നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്, കർത്താവ് വരുവോളം ഹല്ലേലൂയ നമ്മൾ സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത്. ഈ ഭൂമിയിൽ ദൈവമക്കളെ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളിൽ ഒന്നും ഇടപെടണ്ട. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും അവനെ എതിരേൽപ്പാൻ വാനമേഘങ്ങൾ എടുക്കപ്പെടും. എന്നാൽ ആ പ്രത്യാശ നമ്മളെ കൈവിട്ടു പോകാതിരിക്കട്ടെ. ആമേൻ. നാം കർത്താവ് വരുവോളം ആമേൻ അതിനു മുൻപേ ഒന്നും വിധിക്കാതെ അതിനു വേണ്ടി കാത്തിരിക്കണം. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് നമുക്ക് വെളിച്ചത്താക്കി തരും. നമ്മെ കുറിച്ചോ നമ്മുടെ ജീവിതത്തെയോ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന പിശാചിന്റെ തന്ത്രങ്ങൾക്ക് മുൻപിൽ കർത്താവ് അവയൊക്കെയും കാലാകാലങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തി തരും. നമ്മെ നശിപ്പിക്കുവാൻ അവൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ചിന്തിക്കുക, ഈ തിരുവചനം കേൾക്കുന്ന
ഒരു വ്യക്തി പോലും നശിച്ചു പോകരുതേ എന്നാണ് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ തിരുവചനത്തിന്റെ മുൻപാകെ നാം തന്നെ നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി മാറണം. വചനത്തിന്റെ മുൻപാകെ നമ്മെ തന്നെ ഏൽപ്പിക്കുന്നവരായി മാറണം. അവന്റെ ആലോചന നാം ഹൃദയത്തിൽ ഏറ്റെടുക്കണം. നമ്മുടെ ആലോചനകളും നമ്മുടെ ചിന്തകളും നാം എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഒക്കെ മാറ്റിയിട്ട് ഹല്ലേലൂയ, അത് വെളിപ്പെടുന്ന ദിവസമുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവത്തിന് പുകഴ്ച ലഭിക്കേണ്ടവരെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ ഹൃദയത്തിന്റെ ആലോചനകളെ മാറ്റിയിട്ട് ദൈവിക ചിന്തകളാൽ, ഉയരത്തിലുള്ള ചിന്തകളാൽ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ഹൃദയത്തിന്റെ ആലോചനകൾ ദൈവം ഒരു ദിവസം വെളിപ്പെടുത്തും. ആ വെളിപ്പെടുത്തുന്ന നാളിൽ നാം രക്ഷിച്ചു പോകുവാൻ ഇടവരരുതേ എന്നാണ് ഇവിടെ അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതാണ് ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ഹല്ലേലൂയ ചിന്തിക്കുവീൻ. കൊലോസ്യ ലേഖനം 3:3 നമ്മൾ വായിച്ചല്ലോ. ഇനി 4-ാം വാക്യത്തിലേക്ക് വരാം. എന്തെന്നാൽ നിങ്ങൾ മരിച്ചിരിക്കുന്നു. ഈ ഭൂമിക്കുള്ളവരല്ല നമ്മൾ. ഹല്ലേലൂയ. 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലും 2-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിലും ഹല്ലേലൂയ മരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 2:13 ഞാൻ വായിക്കാം. അതിക്രമങ്ങളിലും നിങ്ങളുടെ പരിച്ഛേദന ഏൽക്കാത്ത ജഡത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളെല്ലാം നമ്മോട് ക്ഷമിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഏതിലാണ് മരിച്ചവർ? അതിക്രമങ്ങളിൽ. 20-ാം വാക്യം, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ. അപ്പോൾ കഴിഞ്ഞ നാളുകളിലെ അനുഭവത്തിൽ പാപസംബന്ധമായി മരിക്കണം. 2 ലോക സംബന്ധമായി മരിക്കണം. ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടുവരണം. എന്നാൽ നാം സ്വർഗീയമായത് ചിന്തിപ്പാനിടയാകും. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ മരിച്ചിരിക്കുന്നു. 7 വിധ മരണത്തെ പറ്റി ഈ 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഞാൻ വിശദീകരിച്ച് തന്നതാണല്ലോ. ഒരു വിശ്വാസിയുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലത്തിങ്കൽ നാം മരിച്ചവരാണ്. ക്രിസ്തുവിനോടുകൂടി വിശ്വാസിയുടെ ജീവിതം ഇപ്പോൾ മറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിനുള്ളതല്ല, ഈ ലോകക്കാരെ പോലെയുമല്ല. നാം ദൈവഹിതപ്രകാരമുള്ള വിശുദ്ധ ജീവിതത്തിനായിട്ട് നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 19-ാം വാക്യവും ഹല്ലേലൂയ 1 പത്രോസ് 1:8 നമുക്കൊന്ന് വായിക്കാം. ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. കുറഞ്ഞെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. താൻ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ താൻ മറ്റുള്ളവർ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാ. എന്നാൽ ഇവിടെ കുറഞ്ഞോന്ന് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണുകയില്ല. തന്റെ അവസാന കാലഘട്ടത്തെ കുറിച്ചൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പരിശുദ്ധാത്മാവ് പറയുക, പത്രോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 പത്രോസ് 1:8 പറയുക, നമ്മൾ ഏതവസ്ഥയിൽ ഇരുന്നവരാണ്, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. നമ്മൾ കർത്താവിനെ കണ്ടിട്ടില്ല. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, കുറഞ്ഞോന്ന് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണുകയില്ല. ഒരു കാലത്ത് അവരോട് ചേർന്ന് നടന്നവനാണ്, എന്നാൽ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും കർത്താവിനെ കണ്ടിട്ടുമില്ല. കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ ഇവിടെ തിരുവചനം പറയുകയാണ്, അവനെ നാം കണ്ടിട്ടില്ല. അവനെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും നമുക്ക് എന്തുണ്ട്? സ്നേഹമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? അവൻ നമുക്ക് വേണ്ടി വില കൊടുത്തു.
പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് നമ്മെ വിളിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കുവാൻ പുത്രനെ നമുക്ക് വേണ്ടി പരമയാഗമാക്കി തീർക്കേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി നൽകി തന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആമേൻ, ഇന്ന് പകൽക്കാലത്തെങ്കിൽ നാം അവനെ സ്നേഹിക്കണം. ഇപ്പോൾ കാണാതെ വിശ്വസിക്കുകയും അവാച്യവും മഹനീയവുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യും. നമുക്കൊരവസരം കർത്താവ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നാം വിശ്വാസ കണ്ണാൽ കർത്താവിനെ കാണുക. സ്വർഗത്തെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, ദർശനം കണ്ടുകൊണ്ടിരിക്കുക. നമ്മുടെ പ്രത്യാശ, ഹല്ലേലൂയ, നമ്മുടെ പ്രിയ കർത്താവാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രത്യാശ പുരുഷനെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതം നയിക്കുമ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവമക്കളെ, ഇനി അവനെ മുഖാമുഖം കാണുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതൊന്ന് ഓർത്ത് നോക്കിക്കേ. ഞാൻ എപ്പോഴും ഓർക്കും, ഞാൻ ഈ കേരളത്തിന് വെളിയിലോട്ടൊക്കെ പോകുമ്പോ ഇങ്ങനെ കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും ഒക്കെ പോകുമ്പോ നമ്മുടെ വീട് വിട്ടല്ലേ പോകുന്നത്. അപ്പൊ വീട് വിട്ടു പോകുമ്പോൾ ഒരു ശൂന്യതയാ. ഞാൻ എന്റെ ചെറുപ്രായം തൊട്ട്, ഞാൻ +2 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ വിദ്യാഭ്യാസത്തിന് വേണ്ടി. ആമേൻ. അങ്ങനെ എന്റെ വിദ്യാഭ്യാസം ഓരോ തലങ്ങളിലൂടെയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് വീട്ടിൽ നിന്നും ഞാൻ ഡൽഹിക്കാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ വല്ലാതെ കരഞ്ഞു. പക്ഷേ എന്താന്ന് എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര കരച്ചിലാ. അപ്പൊ എല്ലാവരും പറയും, കരയാതെ, നിന്റെ നിർബന്ധത്തിനല്ലേ നീ പോകുന്നത്, സുവിശേഷ വേലയ്ക്കാ പോകുന്നത് കേട്ടോ, നിന്റെ നിർബന്ധത്തിനല്ലേ പോകുന്നത്, പിന്നെ നീ എന്തിനാ കരയുന്നത്? അവർക്ക് അതിന്റെ ആഴം മനസ്സിലായില്ല. ഹല്ലേലൂയ. ഈ രക്ഷിക്കപ്പെടാത്ത മാതാപിതാക്കൾ രക്ഷിക്കപ്പെടണം. മാത്രമല്ല, ഇനി എന്നാ ഇവരെ കാണുന്നത്? നല്ല യൗവനമാണ്, നല്ല ആ സമയത്തൊക്കെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി പോകുന്നു. ഹല്ലേലൂയ. നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ലാത്ത അവസ്ഥയിൽ നമുക്ക് ചെറിയൊരു ഭയം ഉണ്ടാകും. എന്നാൽ ഹല്ലേലൂയ, നമ്മൾ തിരിച്ചു വരുന്ന ഒരു അനുഭവമുണ്ട്. തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് നാം മടങ്ങി വരുമ്പോൾ, ആമേൻ, ഡൽഹിയിൽ നിന്ന് യാത്ര ചെയ്ത് പാലക്കാട് കയറുമ്പോൾ, നമ്മുടെ കേരളത്തിന്റെ ഹല്ലേലൂയ ഒരു അന്തരീക്ഷത്തിലേക്ക് നാം കയറുമ്പോൾ ഉള്ളത്തിനൊരു വലിയ സന്തോഷമുണ്ടാകും. അത്രയും നാൾ ഹല്ലേലൂയ നമുക്ക് യോജിച്ചു പോകുവാൻ പറ്റാത്ത ഭക്ഷണം, നമുക്ക് യോജിച്ചു പോകുവാൻ പറ്റാത്ത വെള്ളം, നമുക്ക് യോജിച്ചു പോകുവാൻ പറ്റാത്ത സംസ്കാരം, എല്ലാറ്റിലും നാം ആമേൻ ഇടകലർന്ന് ജീവിച്ച് മടുക്കുമ്പോൾ നമ്മുടെ സ്വദേശത്തേക്ക് സ്വന്തം മാതാപിതാക്കളെ, സ്വന്തം സഹോദരങ്ങളെ കാണാൻ വരുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു ആനന്ദമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാ. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, ഞാനിപ്പോ ഈ ഗൾഫിലൊക്കെ പോകുമ്പോഴത്തേക്ക് ശരിക്കും പറയാമെങ്കിൽ ആദ്യം ഇതുപോലെ ഫ്ലൈറ്റിൽ എല്ലാവർക്കും ആദ്യം പോകുമ്പോ സന്തോഷമാണ്. എനിക്ക് പോകുമ്പോ കരച്ചില്ല, എന്താണെന്നറിയില്ല. ഞാൻ കയറി പോകും, തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് സന്തോഷം മുഴുവനും. പ്രൈസ് ദി ലോർഡ്. തിരിച്ചു വരുമ്പോ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ എയർപോർട്ടിലൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വന്ന് നിൽക്കുമ്പോ അവരെ കാണുമ്പോ നമ്മുടെ സന്തോഷം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതേ അനുഭവമാണ് നാം ആകാശവിധാനത്തിലേക്ക് പറന്നുയരപ്പെടും. നമ്മുടെ കർത്താവ് തന്റെ ദൂതന്മാരുമായി നമ്മെ എതിരേൽപ്പാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഹല്ലേലൂയ, അവനുമായി നാം സംഗമിക്കുന്ന ദിവസം നമുക്ക് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത സ്വർഗീയ സന്തോഷം. അതാണ് ഇപ്പൊ ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞത്. സന്തോഷത്തോടെ, ആനന്ദത്തോടെ, അവാച്യവും മഹനീയവുമായ ദിനം നമ്മുടെ മുന്നിൽ അടുത്തു വരികയാ. വാചകങ്ങൾ കൊണ്ട്, വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കുവാൻ കഴിയാത്ത വിധത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സ്വർഗത്തിലെ ദൈവം ഒരു മഹനീയമായ ദിനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുക, നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിനുള്ളതല്ല, പ്രൈസ് ദി ലോർഡ്, സ്വർഗീയമായതിനെ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിക്കണം. കാരണം നിങ്ങൾ ക്രിസ്തുവിൽ മരിച്ചവരാണ്. നിങ്ങൾ ഇനി ജീവിക്കുന്നത് ഈ ലോകത്തിലാണെങ്കിൽ പോലും നിങ്ങൾ ഈ ലോകത്തിലുള്ളവരെ പോലെയല്ല. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ പാസ്പോർട്ടും വിസയും ഒക്കെ വരും. ആമേൻ. ആ പാസ്പോർട്ട് നമുക്കുണ്ട് ഇവിടെ ജീവിക്കാൻ. എന്നാൽ വിസ വരുമ്പോൾ നമുക്ക് പോയേ പറ്റൂ. മരണദൂതൻ വന്ന് നമ്മളെ വിളിക്കുമ്പോൾ, ഞാൻ അല്പം കൂടി ഇവിടെ കഴിഞ്ഞോട്ടെ എന്ന് പറയാൻ പറ്റില്ല. വിസയുടെ കാലാവധി നമ്മുടെ വിസയുടെ കാലാവധി തീരുമ്പോൾ നമ്മൾ പോയേ പറ്റൂ. ആമേൻ. ഏതേലും രാജ്യത്ത് പോയാൽ നമുക്ക് ഇത്ര നാളത്തേക്കൊന്ന് വിസ ഉണ്ട്, അതിന് ഒരു ദിവസം മുൻപേ എങ്കിലും എക്സിറ്റ് ചെയ്യണമെന്നാണ് നിയമം. അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ നാം ജീവിക്കപ്പെടുമ്പോൾ നമുക്കും ഇവിടെ നിന്ന് എക്സിറ്റ് ഉണ്ട്. ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. നാം അത് ചിന്തിക്കണം. പലപ്പോഴും നമ്മളുടെ ജീവിതം, നമ്മുടെ സഹജീവികളുടെ ജീവിതം കണ്ടു കഴിഞ്ഞാൽ
ഈ ലോകത്തിൽ അവർ നേടി. ഈ ലോകത്തിന്റെ സകല ആമേൻ മായാമോഹങ്ങളിലും പ്രൗഢിയിലും പ്രൗഢഗംഭീരമായ ആമേൻ നിർമ്മിതികൾ ഉണ്ടാക്കി, പ്രൗഢഗംഭീരമായ ആമേൻ മഹലുകൾ ഉണ്ടാക്കി, വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി, വലിയ വില്ലകൾ ഉണ്ടാക്കി, വലിയ ബിൽഡിങ്ങൾ, മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കി അവർ ഇങ്ങനെ അതിൽ ആഹ്ലാദിച്ച് മതിച്ചു ജീവിക്കുകയാണ്. ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടെന്ന് അറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ആമേൻ ലോകത്തിലുള്ള എല്ലാവരോടുമായി കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതെ, ലോകം നിങ്ങളെ സ്നേഹിച്ചതുപോലെയല്ല. അങ്ങനെയെങ്കിൽ ഈ ലോക സ്നേഹം വിട്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുന്ന ഒരു ക്രിസ്തു ഭക്തൻ, അവൻ ക്രിസ്തുവിലാണ് മറഞ്ഞിരിക്കുന്നത്. ആ വിശ്വാസിയുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. ദൈവവും ക്രിസ്തുവും പ്രിയപ്പെട്ടവരെ രണ്ട് വ്യക്തിത്വങ്ങളാണ് എന്ന ഉപദേശവും ഇത് വിശ്വാസിക്ക് ക്രിസ്തുവിനുള്ള സുരക്ഷിതത്വത്തിന്റെ ഉപദേശവും ഹല്ലേലൂയ നമുക്കിവിടെ വ്യക്തമാക്കുന്നുണ്ട്. ദൈവവും ക്രിസ്തുവും രണ്ട് വ്യക്തിത്വങ്ങൾ എന്ന ഉപദേശം അല്ല, ത്രിത്വമാ. ഇത് മൂന്നും ഒന്നാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒന്നാ. എന്നാൽ തന്റെ പുത്രനായിട്ട് ദൈവം സ്വയം ആമേൻ ഭൂമിയിലേക്ക് വന്നതാണ്. ആ വിഷയത്തെ കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കൺഫ്യൂഷനിലെത്തും. അതുകൊണ്ട് ഞാൻ അവിടെ ആ ഭാഗം വിടുകയാണ്. വേണ്ടാത്ത ഉപദേശങ്ങൾക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കേണ്ട. നമുക്ക് എന്താണേലും കർത്താവ് ഇരിക്കുന്ന സ്വർഗത്തിലാണ്. അതുകൊണ്ട് സ്വർഗീയ അഭിലാഷങ്ങളാൽ നമ്മുടെ ഹൃദയം നിറയപ്പെടണം. സ്വർഗീയമായതിനെ വാഞ്ചിക്കണം. ഉയരത്തിലുള്ളത് ചിന്തിക്കണം. എന്തെന്നാൽ നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവരാ. എന്ന് വെച്ചാൽ നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെയാ കാണുന്നത്. ക്രിസ്തുവിൽ നാം മറഞ്ഞിരിക്കുക. നമ്മൾ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ പുറമെ മനുഷ്യൻ നാം അണിഞ്ഞിരിക്കുന്ന വസ്ത്രമാണ് കാണുന്നത്. നമ്മുടെ അകത്തെ ആളിനെ കാണുന്നില്ല. ഇതേപോലെ നാം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തുവാണ് നമ്മുടെ പുറമെ കാണേണ്ടത്. അകത്ത് നാം മറഞ്ഞിരിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു വ്യക്തി ജീവിതത്തിന് മാത്രമേ ഹൃദയത്തിൽ സ്വർഗീയ അഭിലാഷങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെങ്കിൽ ഈ സ്വർഗീയ അഭിലാഷങ്ങൾ അതിനാൽ നിറയപ്പെടേണ്ടതിന് 3 കാര്യങ്ങൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, നാം പാപ സംബന്ധമായി മരിച്ചവരാണ്. 2, നമ്മുടെ ജീവൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. 3, മശിഹായുടെ പുനരാഗമനത്തിൽ നാം അവനോടുകൂടി തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ. എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണ്. അതുകൊണ്ട് മണവാളനായ ക്രിസ്തുവിന് തന്റെ സഭയോടുള്ള സ്നേഹബന്ധം ഒരു കാന്തത്തിന്റെ ശക്തി പോലെ നമ്മുടെ അഭിലാഷങ്ങളെ മേലോട്ട് വലിച്ചെടുക്കുക. ഒരു കാന്തം കൊണ്ട് എവിടെ കൊണ്ട് ഒരു ഇരുമ്പ് കൂട്ടങ്ങളുടെ നടുവിൽ കൊണ്ടുവച്ചാൽ ആകർഷിച്ചെടുക്കുന്നത് പോലെ. അതുകൊണ്ട് കർത്താവിന്റെ രഹസ്യ വരവെങ്കിൽ റാപ്ചർ എന്ന് പറയും. ഈ കഴുകൻ ഇല്ലെങ്കിൽ പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ടു പോകുന്നത് പോലെ നമ്മൾ ഇങ്ങനെ നോക്കി നോക്കി ശ്രദ്ധിച്ചിരിക്കും, അല്ലേ? എപ്പോഴും അടുത്ത കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് തള്ളക്കോഴി കുഞ്ഞുങ്ങളെ അടുപ്പിക്കും. അതിനെ കൊത്തിയിറക്കിയ അതിന്റെ ഓണർ, അതിന്റെ ഉടമസ്ഥ, ഹല്ലേലൂയ, എപ്പോഴും അവരുടെ കണ്ണുകൾ ഈ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. പരുന്ത് വരുന്നുണ്ടോ, ഇതിനെ റാഞ്ചിക്കൊണ്ടു പോകുവാൻ വേറെ കാക്ക വരുന്നുണ്ടോ, വേറെ പൂച്ച വരുന്നുണ്ടോ, ഏതെങ്കിലും ഇതിനെ ആമൻ ഉപദ്രവകാരിയായി വരുന്നുണ്ടോ? ദൈവമക്കളെ, ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ സഭയുമായിട്ടുള്ള ബന്ധം അത്ര വലിയതാ. ഒരു കാന്തത്തിന്റെ ശക്തി പോലെ. ഹല്ലേലൂയ. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നാം ആയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നാമൻ അപ്പോസ്തലന്മാരുടെ കണ്ണുകൾക്കവൻ മറഞ്ഞ്, ഹല്ലേലൂയ, അപ്പോസ്തലന്മാരുടെ കണ്ണുകൾക്കവൻ മറഞ്ഞ സമയം മുതൽ വിശുദ്ധന്മാരുടെ ചിന്താമണ്ഡലങ്ങളിൽ അവൻ വാഴുവാനിടയായി.
Praise the Lord. ഇന്നും അവൻ വിശുദ്ധന്മാരുടെ ഹൃദയത്തിൽ വാണുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധന്മാരുടെ ഹൃദയത്തിൽ അവന് സ്ഥാനമുണ്ട്. കാരണം അവരുടെ ജീവൻ അരുമനാഥനോടൊപ്പം ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ടു ജീസസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ബുദ്ധിമാന്റെ ജീവയാത്ര മേലോട്ടാകുന്നു. ക്രിസ്തുവിൽ ജീവിക്കുന്നവർ ഈ ലോകത്തിനുള്ളവരല്ലെന്ന് വ്യക്തമായിട്ട് അറിയാം. അവർ ഈ ഭൂമിയിലുള്ളത് അന്വേഷിച്ച് നടക്കത്തില്ല. അവര് വഴക്കിനും ബഹളത്തിനും അതിര് മാന്തുന്നതിനും ഒന്നും പോകത്തില്ല. നമ്മൾ അറിയായ്മയുടെ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് ദൈവമക്കളെ. കർത്താവെ എല്ലാം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പുതിയൊരു ജീവിതത്തിനുടമയായി മാറ്. സ്തോത്രം. നമ്മളുടെ പൗരത്വം ഇവിടെ അല്ല. അറബി രാജ്യങ്ങളിൽ ഒരു സ്ഥലം വാങ്ങിക്കാൻ നമുക്ക് അനുവാദമില്ല. ഇപ്പൊ പുതിയ നിയമം വന്നു, 99 വർഷം ഒരു വീട് ലീസിന് എടുക്കാം. അത് വില കൊടുത്ത് വാങ്ങിക്കുക. 100 വർഷം കഴിഞ്ഞ് അത് വീണ്ടും കൈമാറണം. എത്ര തലമുറകൾക്ക് താമസിക്കാമോ അത്രയും വർഷം വരെ താമസിക്കാം. എന്നാലും അവരുടെ തലമുറയായിട്ട് അവിടെ കഴിയാൻ പറ്റത്തില്ല. ഇതുപോലെ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ആ ജീവിക്കുന്ന കാലഘട്ടം വില കൊടുത്ത് ജീവിക്കണം. നാം സ്വർഗത്തിൽ ഹല്ലേലൂയ നമ്മുടെ അരുമനാഥനായ ക്രിസ്തു നമുക്ക് വേണ്ടി ഹല്ലേലൂയ ജീവൻ തന്നിട്ട് പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇന്ന് എനിക്ക് നിനക്കും വേണ്ടി ആമേൻ മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുക. നമ്മിലുള്ള സകല കന്മഷങ്ങളെ നീക്കി, കുറവുകളെ, ബലഹീനതകളെ ആമേൻ നമുക്ക് തിരുത്തി തന്ന് അല്ലയോ കാന്തേ ഹല്ലേലൂയ നമ്മെ വിളിച്ചുകൊണ്ട് അവന്റെ സ്നേഹത്തിന്റെ ആഴം നമുക്കായി പ്രദർശിപ്പിക്കുക. അതുകൊണ്ട് അപ്പോസ്തലൻ ജീവിതത്തിൽ നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ആമേൻ ജീവിതം വെറുതെയാകരുത്. വിശുദ്ധിയോടെ സ്വർഗീയമായതിനെ കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. സങ്കീർത്തന പുസ്തകം 73-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. സങ്കീർത്തനക്കാരൻ എത്രയോ സത്യമാ പറയുന്നത്. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ആരുണ്ടെന്ന് തിരിച്ചറിയാം. നമുക്ക് ഈ തിരിച്ചറിവ് സ്വർഗം തന്നു. നമുക്ക് ആരുണ്ട്? നമ്മുടെ അരുമ മണവാളനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ കർത്താവിനെ അല്ലാതെ നമുക്കൊന്നും ആഗ്രഹിപ്പാൻ ഇടവരരുത് ദൈവമക്കളെ. പലപ്പോഴും ലോകം അതിന്റെ മോഹത്തിലേക്ക് നമ്മെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ ആമേൻ നാം ഈ ലോകത്തിന് അനുരൂപപ്പെട്ടു പോകുകയാ. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ മരിച്ചവരാണിപ്പോൾ, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവരാണ് നിങ്ങൾ. അവന്റെ മരണത്തോട് ഏകീഭവിച്ചവരായ നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൽ മരിച്ചു, സ്നാനപ്പെട്ടപ്പോൾ നിങ്ങൾ ക്രിസ്തുവിൽ മരിക്കുവാനിടയായി. അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്കായിട്ടല്ല, ക്രിസ്തുവിനായിട്ടത്രേ. അതുകൊണ്ട് ഭൂമിയിലുള്ളതൊന്നും ആഗ്രഹിപ്പാൻ ഇടവരാതെ നാം സ്വർഗീയമായതിനെ വാഞ്ചിക്കണം. നമുക്ക് പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ തന്റെ ഏലിയാവ് എവിടൊക്കെ പോയോ അവിടെയൊക്കെ എലീശ പോയി. 3-4 സ്ഥലങ്ങൾ പോയി. ഹോരേബിൽ പോയി, യോർദാനിൽ പോയി, പ്രൈസ് ദി ലോർഡ്. പോകാവുന്ന സ്ഥലങ്ങളിൽ പോയി. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ ഗിൽഗാലിൽ ചെന്നപ്പോ പറഞ്ഞു, നീ തിരിച്ചു വെക്കോ, യാത്ര മുന്നോട്ട് ദുർഘടമാ, ഇല്ല ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല, നീയാണ് ഹല്ലേലൂയ നിന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു. അവിടെ യെരിഹോവിൽ ചെന്നപ്പോഴും പറഞ്ഞു. അങ്ങനെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഇതുപോലെ
ഞാൻ നിന്നെ വിടുകയില്ല, ഞാൻ ഇരട്ടി ശക്തി പ്രാപിച്ചേ മടങ്ങുകയുള്ളൂ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു ദൈവഭക്തയ്ക്ക് ഈ ചിന്ത ആവശ്യമാണ്. ദൈവിക ഭക്തർക്ക് ഒരു ഏലീശ ഏലിയാവിന്റെ പുറകെ പോയി ശക്തി പ്രാപിക്കുവാൻ പോയതുപോലെ പോകുവാൻ താല്പര്യപ്പെടണം. അങ്ങനെയെങ്കിൽ അവിടെ ഏലിയാവിന്റെ മേൽ പകർന്ന ആത്മാവിന്റെ ഇരട്ടി ശക്തിയാണ് എലീശയുടെ മേൽ പകരപ്പെട്ടത്. ദൈവമക്കളെ, എലീശയ്ക്ക് ഭൂമിയിൽ അക്കാലത്ത് പ്രവർത്തിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിൽ ആ ഇരട്ടി ശക്തി വേണമായിരുന്നു. എലിയാവ് പ്രവർത്തിച്ചതിലും അധികം ചെയ്യണമായിരുന്നു. ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇരട്ടി ശക്തി വേണം. ഇപ്പോൾ ഈ ഭൂമി നാശകരമായ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാശത്തിന്റെ അനുഭവത്തിലേക്ക് തള്ളിക്കൊണ്ടു പോകുവാൻ പിശാച് നമ്മെ മുഴുവലത്തോടെ വിഴുങ്ങുവാൻ ഭാവിക്കുമ്പോൾ ഞാൻ കർത്താവെ നിന്നെ വിടുകയില്ല, എന്റെ അരുമ മണവാളനെ, ഞാൻ നിന്നോടുകൂടി എടുക്കപ്പെടും വരെയും നാം ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് ആമേൻ ഉറപ്പോടെ ആയിരിക്കട്ടെ. കർത്താവിനോടുള്ള ബന്ധം നാം മുറുകെ പിടിക്കുക. കർത്താവിനെ വിട്ടുപോകാതെ ഈ ലോകത്തിന്റെ ധാടികളിൽ മോടികളിൽ വീണ്ടും ജീവിക്കുവാൻ ഇടവരാതെ നാം ഹല്ലേലൂയ ആമേൻ ജീവിക്കാൻ ഇടയാകണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽവേള ആമേൻ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. എന്തെന്നാൽ നാം മരിച്ചവരാണ്. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുക. അപ്പൊ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഞാൻ പെട്ടെന്ന് പറയാം. ഒന്നാമതായിട്ട് മറഞ്ഞിരിക്കുന്ന കാര്യം ദൈവജ്ഞാനം ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം നമുക്കറിയാം, നമ്മൾ വായിച്ച വേദഭാഗമാണ്. അവനിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങളൊക്കെയും മറഞ്ഞിരിക്കുന്നു. സ്തോത്രം. രണ്ടാമതായിട്ട് ദൈവ മർമ്മങ്ങൾ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിരിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 25-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സമയത്തിന്റെ പരിമിതിയാൽ ഞാനതവിടെ വായിപ്പിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് ആമേൻ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നാം ഇന്നതാകുമെന്ന് ഹല്ലേലൂയ ഇതുവരെയും നമുക്ക് പ്രത്യക്ഷമായിട്ടില്ല, അതും മറഞ്ഞിരിക്കുകയാണ്. നമുക്കതിനെ ഹല്ലേലൂയ വായിക്കാൻ പറ്റുന്നത് ഒന്ന് യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ കാണുവാനായിട്ട് കഴിയും. അഞ്ചാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ജയിക്കുന്നവന് മറഞ്ഞിരിക്കുന്ന മന്ന ലഭിക്കുവാൻ ഇടയാക്കും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ. പ്രിയപ്പെട്ടവരെ, ഒരു കാലത്ത് നാം ദൈവ മുൻപാകെ മരിച്ചവരും ലോകത്തിന് ജീവിക്കുന്നവരും ആയിരുന്നു. എന്നാൽ ഇപ്പോഴോ നാം ലോകത്തിന് മരിച്ചവരും ദൈവ മുൻപാകെ ജീവിക്കുന്നവരുമാണ്. ഇതാണ് അപ്പോസ്തലൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ഒരു ചിന്ത എപ്പോഴും നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ നാം ലോകത്തിന് മരിച്ചവരാണ്, ലോകത്തിന്റെ ആദ്യ പാഠങ്ങളെ വിട്ടവരാണ്, ലോകത്തിന്റെ സകല ചിന്തകളെയും വിട്ടിട്ട് ആമേൻ ലോകത്തിന് മരിച്ചവരായി ദൈവം മുൻപാകെ ജീവിക്കുന്നവരായി തീരണം. ഈ കാര്യം നാം മറന്നു പോകാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഉയരത്തിലുള്ളത് ധ്യാനിക്കണം. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ ലോകത്തിനുള്ളത് ചിന്തിക്കുവാൻ അല്ല കർത്താവേ, സ്വർഗീയമായതിനെ കാക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, എന്നാൽ മണവാളൻ അത് ഞങ്ങൾക്കൊരിക്കൽ വെളിപ്പെടുത്തി തരും. ഞങ്ങൾ അവിടെ എത്തും വരെയും ഞങ്ങൾ അങ്ങയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് പകർന്നു തന്നാട്ട് കർത്താവേ. ഞങ്ങളുടെ വിശുദ്ധരായി ജീവിപ്പാൻ, ഞങ്ങളുടെ ചിന്താമണ്ഡലങ്ങളിൽ കർത്താവ് മാത്രമായിരിക്കാൻ, ഞങ്ങളുടെ അരുമനാഥനോടും ഒപ്പം ഞങ്ങൾ ജീവിക്കുന്നത് അത് ഞങ്ങളുടെ പ്രത്യാശയാൽ, ഞങ്ങളുടെ സ്വർഗീയ ദൃഷ്ടിയാൽ, ഹല്ലേലൂയ ഞങ്ങളുടെ ആത്മീയ കണ്ണുകളാൽ ഞങ്ങൾ കണ്ടുകൊണ്ട് ഇഹത്തിലെ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിച്ചട്ടെ. ഞങ്ങൾ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നവരാണ്. ഈ ലോകക്കാരെ പോലെ അല്ല കർത്താവേ, ഞങ്ങൾ ലോകത്തിന് മരിച്ചവരാണ്. എന്നാൽ ഇനി ഞങ്ങൾ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണപ്പാ.
ആകയാൽ ആ തിരിച്ചറിവ് ജ്ഞാനത്തോടും ഞങ്ങളുടെ അവസാന കാലം വരെയും എത്ര നാൾ ഭൂമിയിൽ ഞങ്ങൾ ഉണ്ടാകുമെന്ന് അറിയുന്നില്ല, അത്രയും കാലം ജീവിപ്പാൻ കൃപ നൽകിയാട്ടെ. നന്മകളാൽ നിറച്ചനുഗ്രഹിക്കും. ഇന്ന് ഈ തിരുവചനം കേൾക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ, ആമേൻ കർത്താവെ, ഇന്നിപ്പോൾ ഈ സൂം മീറ്റിംഗിലും അപ്പോൾ തന്നെ കർത്താവെ ഓൺലൈനുകളിലൂടെയും യൂട്യൂബിലൂടെയും കേൾക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കട്ടെ. മാധ്യമേത് തന്നെയായിരുന്നാലും മാധ്യമങ്ങൾക്കല്ല പ്രാധാന്യം, ദൈവത്തിന്റെ വചനത്തിനാണല്ലോ പ്രാധാന്യം. ആകയാൽ ആ തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ക്രിയ ചെയ്യേണ്ടതിന്, ആമേൻ, വ്യത്യാസം വരുത്തേണ്ടതിന് കാരണമാക്കുന്നതിനായിട്ട് നന്ദി കർത്താവെ. ഇത്രത്തോളം ശുശ്രൂഷിപ്പനടിനെയും ബലപ്പെടുത്തി കർത്താവെ, ഈ വചനത്തിന് അനുസൃതമായി അടിയനും കൃത്യമായി വിശുദ്ധിയെ ജീവിപ്പാൻ കൃപ നൽകിയാട്ടെ. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ പതറിപ്പോകാതെ നിൽപ്പാൻ കൃപ നൽകിയാട്ടെ. എല്ലാവരെയും ഇന്ന് പകൽവേള പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.